ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളിന്ന് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞാൻ തുടക്കം തന്നെ ഒരു ചാർജ് ക്രീപ്പറിനെ അടിച്ചു കൊന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ വീണിട്ട് ഇപ്പോഴത്തെ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ഞാൻ ഷെയ്ഡേഴ്സ് കളിക്കുക. ഷെയ്ഡേഴ്സ് ഇട്ടിട്ട് വെള്ളത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതൊന്നുമല്ല, ഞാൻ ഷെയ്ഡേഴ്സ് ഇട്ടാണ് ജസ്റ്റ് അങ്ങോട്ട് മൈൻക്രാഫ്റ്റ് നിന്നാന്ന് പിന്നെ മാറി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വേൾഡിൽ ഒന്നും ഇൻട്രാക്ട് ചെയ്തില്ല. നമ്മൾ വേൾഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്യും. വില്ലേജിൽ അങ്ങനെ നിറയെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യും. ഇതിൽ പിന്നെ എനിക്ക് ഒരു ചാനലും കൂടി കാണിച്ചു തരാനുണ്ട്. ഉണ്ടാകും ഗ്രാസ് ബ്ലോക്ക്, പാത്ത് എല്ലാം എങ്ങനെ ഇരിക്കുന്നത് എന്ന് കണ്ടോ. കോപ്പർ അതുകൊണ്ട് അയൺ തൊട്ട് എനിക്ക് അയൺ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എത്ര അയണല്ലേ. ഓക്കെ, ഹാർഡ് കോർ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 1 ബ്ലോക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ തമ്മിനേൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഷെയ്ഡേഴ്സാണ്. അങ്ങനെ മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം കമൻറ്റ് ചെയ്താൽ മതി. ഇതെന്താ ഇത്, എല്ലാ ക്രീപ്പറും ചാർജഡ് ക്രീപ്പറാണ്. സീനില്ല, അതൊന്നും നമുക്ക് നമ്മളടിച്ചു കൊന്നാൽ പോലെ. എന്താ ഇത്, സ്പ്രിറ്റ് ബാക്കി ചെയ്യാൻ പറ്റത്തില്ലേ. അതുകൊണ്ട് നമ്മുടെ ആശാന ഇരിക്കുന്നുണ്ട് ഇവിടെ. ആശാനെ സുഖല്ലേ? നമുക്കിത് ഹാർഡ് കോറിലായതുകൊണ്ട് ഇവനെ അടിക്കണ്ട. അടിച്ചാൽ പണി വാളും. എൻ്റെ വേൾഡ് കോപ്പി ആയതുകൊണ്ടാണ് നമുക്ക് തൽക്കാലത്തിന് ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് പില്ലർ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ മാകത്തൊക്കെ നമ്മൾ അടിക്കും. സുഖം. നമുക്ക് ഒന്നും കൂടി കോപ്പി എടുത്ത് കളിക്കാം കേട്ടോ. അതുകൊണ്ട് പ്ലേ കൊടുക്കട്ടെ. പ്ലേ. അയ്യോ, ലെറ്റ്സ് പ്ലേ ഹാർഡ് കോർ. പിന്നെ വേറൊരു ഹാർഡ് കോർ ആണ്, ഞാൻ ഓഫ് ക്യാമറയിൽ ചുമ്മാ കളിച്ചാണ്. ആ വേൾഡും വേണമെങ്കിൽ ഞാൻ കളിച്ചേക്കാം. നല്ല വേൾഡാണ്, വേണമെങ്കിൽ ഞാൻ എന്തായാലും കളിച്ചിരിക്കും കേട്ടോ ഗൈസ്. ഈ പ്രാവശ്യം നമുക്ക് 2 സാധനം കൂടി ഇടാം. ഈ പ്രാവശ്യം ഞാൻ ബെഡ്റോക്കും ഡോണ്ട് ആഡ് ദ പാക്ക് എനിവേ. ബെഡ്റോക്ക് ആഡ് ദ പാക്ക് എനിവേ. ഒപ്റ്റിഫൈൻ ഷെയ്ഡേഴ്സ് ഈ 2 ഇടണം. എന്നിട്ട് പ്ലേ കൊടുക്കുക. അപ്പോൾ ഇച്ചിരി നേരം എടുക്കും ലോഡാവാൻ. അപ്പോൾ ഞാൻ ലോഡായിട്ട് വരാം. സോ ഗൈസ് എൻ്റെ വേൾഡ് ലോഡായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. വീണ്ടും കിടന്നുറങ്ങണം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതുപോയി ലൂട്ട് ചെയ്യാം. ഇത് മിക്കവാറും അവൻ്റെ വീടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ തന്നെ ഇറങ്ങി ഓടും മോനെ. ഈ ജനലിൽ നോക്കാം. ഇൻഡിക്കേറ്ററിൻ്റെ മോനെ ഓടിക്കോ. വെള്ളത്തിൻ്റെ അടിയിലെത്താക്കി കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് അറ്റാക്ക് വരിക എന്നറിയത്തില്ല. തന്നെ ഇവന്മാർക്ക് പറ്റിയേ. ഞാൻ ആ തലകുത്തനെ നടക്കുന്നേ. ഓളി ഇവന്മാർക്ക് വേറെ വൈബല്ലേ. പാവം തലയും കുത്തി നടക്കേണ്ടി വരും. അവന്മാർ പാവം. ഇവന് മാത്രം ഇത്ര ഹാർട്ട് ഉള്ളൂ. നമുക്ക് ഇവനെ കില്ല് ചെയ്ത് ഇവനെയും കില്ല് ചെയ്യാം. അവന് മാത്രം എത്തിയ ഹാർട്ട് കൂടുതലാണ്. നിൽക്കടാ അവിടെ. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കടാ അവിടെ. നിനക്കെന്താ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ലേ? നിനക്കെന്താ ചെവിയൊക്കെ ഇല്ലേ? ചെവിയൊക്കെ കേൾക്കണം. ഗോൾഡൻ കട്ട ഞാൻ സ്പെഷ്യലാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. നമുക്കവനെ പറ്റുകയാണെങ്കിൽ ഒരു ടൈപ്പ് വെച്ച് കില്ല് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഇപ്പം ജംഗിളിലൊക്കെ പുതിയ അതിലൊക്കെ വന്നിട്ടുണ്ട്. ഇൻവിസിബിൾ എഫക്റ്റ് ഉള്ള
സ്കെലട്ടനൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ അവനെ തീർത്ത് നമുക്ക് ആ വീട് നമ്മുടെ ആക്കിയെടുക്കാം. നമ്മുടെ ഉണ്ടോ അത് നമുക്ക്. അതുകൊണ്ട് കൗസും അങ്ങനെയാണോ? ആ കൗവേ നിനക്കെന്താ നേരെ നിൽക്കാൻ അറിയത്തില്ലേ? ഷീപ്പ് മാത്രം പാവും. അവനും ഇങ്ങനെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അല്ലേ കൗ മാത്രം പാവും. അല്ല ഷീപ്പ് ഞാൻ വിചാരിച്ചു ഇവന്മാരും പാവാന്ന്. ഓക്കെ ഇവന്മാർ താക്കിയാർ കുത്ത് കളിക്കും. നീ അങ്ങനെ കാണിക്കോളാം. എന്നാൽ പിന്നെ നീയും വെച്ചോ. പിന്നെ എനിക്ക് നിറയെ ഫുഡ് കിട്ടിയിട്ട് അതുകൊണ്ട് വേറൊരു തന്നെ ഇവന്മാർക്ക് പണ്ടാരം ഉളകിയ സംഭവം. നിൽക്കട അവിടെ നിൽക്കട. എവിടാ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കത്തില്ലല്ലേ? അഹങ്കാരം അങ്ങ് തീർത്തല്ലേ ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടിപ്പോയിട്ട് ഓർക്കോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കാം. ഞാൻ ഇത്രയും ദിവസം കളിച്ചതിൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയ സീരീസ് തുടങ്ങുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ. ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവനെ എങ്ങനെയെങ്കിലും കൊല്ല് ചെയ്യണം. അതുകൊണ്ട് ഈ സ്കെൽട്ടൺ അവൻ ഇവിടെ നിന്ന് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ അവൻ്റെ വീടങ്ങ് അടിച്ച് പൊട്ടിച്ചളയണം. ഹാർഡ് കോർ അല്ല എന്നെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ. ഞാൻ പണ്ടേ ഞാൻ അവനെ കില്ലിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവിടെ തേങ്ങാമരം ഉണ്ടോന്നു തൽക്കാലത്തിന് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാമാർക്കും ആ പ്രാന്ത. അമ്മമാർ അപ്സൈഡ് ഡൗൺ പോഷൻ കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഓടിപ്പോയി എൻ്റെ ബെഡ് എടുക്കാം. പിന്നെ ഇതിൽ എനിക്ക് ഈസി ആയിട്ട് ഹെൽത്തി ക്യാറ്റ്സ് കിട്ടും. അതെന്താ സംഭവം എന്ന് അറിയാത്തവർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വില്ലേജേഴ്സൊക്കെ ഫാമിൽ നിന്ന് ഹെൽത്തി ക്യാറ്റ്സ്. അതുകൊണ്ട് ഇതാണ് വൈൽഡ് ക്യാരറ്റ്സ്. ഇത് പൊട്ടിച്ച ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും. ഡോണ്ട് വൈൽഡ് ക്യാരറ്റ്സ്. അത് തിന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡോണ്ട് വൈൽഡ് ക്യാരറ്റ്സ് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും. അതെന്നാത്തിനാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അച്ചീവ്മെൻറ്റ് കിട്ടും. തിന്നാൽ ഒരു കുഴപ്പമില്ല. ഡ്രാഗനാ ഹൂസന്തറോ ഇങ്ങനെ. ദിസ് അഡോൺ ഈസ് റിയലി ക്രേസി ഗൈസ്. പിന്നെ ഞാൻ 1 വ്ലോഗ് തുടങ്ങിയായിരുന്നു. അതും എല്ലാവരും കാണാം. മാക്സിമം ഞാൻ തുടങ്ങിയ എല്ലാ സീരീസും നോക്കുക. എന്നാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഏതാണ് അടിപൊളി ഏതാ പൊട്ട. മിക്കതും പൊട്ടയായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. അതുകൊണ്ട് ഇവിടെ ഇത്രയുണ്ട്. അതുകൊണ്ട് ഇതെന്ത് സ്പ്രിൻ്റ് ഒക്കെ ആവത്തെയാണ്. ഇങ്ങനെ ഓടിച്ചാടിപ്പോണം. അവിടെ കൊണ്ട് ഇവൻ്റെ ഒരു സംഭവം ഉണ്ടാവും. ലെക്ടേൺ. ആ ലെക്ടേൺ തൽക്കാലത്തിന് പൊട്ടിച്ചെടുത്തേക്കാം. ഉണ്ടാക്കാൻ വെച്ചിട്ട് പാടാം. ഓക്കെ നമുക്ക് തുറക്കാം. അവിടെ നെറ്റിട്ടുണ്ട്. അവൻ ജീവിച്ചു പോട്ടെ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ചെറിയ ജലദോഷം കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതങ്ങനെയാണ്. പിടിക്കും. 2 ദിവസത്തിൽ പോവും. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. നമുക്ക് ഗെയിമാണ് മുഖ്യം. അല്ല ജലദോഷമൊക്കെ ഉണ്ട്. നമ്മളിത് തുറന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി. മാറ് ഓടിക്കോ. ഇവിടുത്തെ പശുക്കൾക്കും അതേ അസുഖം. എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ എല്ലാ പശുക്കൾക്കും അസുഖം. ഇവിടുത്തെ എല്ലാ പശുക്കൾക്കും അസുഖം. ഷീപ്പുകൾ മാത്രം പാവം. ആമാർക്കൊരു പ്രശ്നമില്ല. ഈ മരത്തിൻ്റെ മേളിൽ കയറി നല്ല അടിയടിയും. ഈശിയുടെ അടിയടിയും. നമ്മളെ ഇതടച്ചേക്ക് ബ്രോ. ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ഈ ജനൽ വഴി അടിക്കാം. അവനിങ്ങോട്ടേക്കാണ് വരുന്നത്.
ഈ വരി അറ്റാക്കിയാലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പൊളിയല്ലേ ഗൈസ്? അതുകൊണ്ട് നമുക്ക് ഇവനെ ഒറ്റയടിക്ക് ഇവൻ്റെ ഹെൽത്ത് നോക്കാം. ആക്സ് ഒടിഞ്ഞ് ഉണ്ട്. എൻ്റെ കൈ വെച്ചടിച്ചവന് ഇപ്പം ഇവൻ ചാവും കേട്ടോ. എൻ്റെ പിക്കാക്സ് ഇപ്പോൾ ഓടി. ഇനി പിക്കാക്സ് വെച്ച് അടിക്കേണ്ടി വരും. ഇല്ല, എന്നെ കില്ല് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഫൈനലി എത്ര ഞാൻ ഡ്രോപ്പ് ചെയ്തു? 5 എണ്ണമാണോ? തോന്നി വേണ്ട ഗൈസ്, ഇപ്പോൾ വരാം കേട്ടോ. ഗൈസ് അതൊന്നുമില്ല, ഐസ്ക്രീം വണ്ടി വന്ന അതിനാണോ ഇത്രയും ഹോൺ അടിച്ചേ? എനിക്കറിയത്തില്ല. നമ്മളിവിടുത്തെ അറിയാത്ത പാവം അയങ്കോള ഏത് ബ്ലോക്കിലാണ് മരിച്ചേ? ഈ ബ്ലോക്കില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് പൂവച്ചേക്കാം. പാവം കില്ല് ചെയ്യണ്ടായിരുന്നില്ലേ? എനിക്ക് കില്ല് ചെയ്താ. അപ്പം നമുക്ക് ഇതുകൊണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇപ്പം തന്നെ അതിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.